ഭക്തിയോടെ ജീവിക്കണമെന്ന ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പിന്നെയോ പരിശ്രമിക്കുന്നിടത്തൊക്കെ പരാജയപ്പെടുന്നു എന്നതാണ് പലരുടെയും പ്രശ്നം. ആരുടെയും ആത്മാർത്ഥത ചോദ്യം ചെയ്യുവാൻ ഞാൻ ആളല്ല. തെറ്റിക്കഴിയുമ്പോൾ തെറ്റിയിട്ടില്ല എന്ന് കാണിക്കുവാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തെന്നാലും തോൽക്കാനായി ജീവിക്കുന്നവർ ഉണ്ടാകില്ല. അതാണ് എൻ്റെ പക്ഷം. അതുകൊണ്ട് താങ്കളുടെ ആത്മാർത്ഥതയെ അഭിനന്ദിച്ചുകൊണ്ട് തന്നെ ബൈബിളിൽ നിന്നും ചില മാർഗനിർദ്ദേശങ്ങൾ ഞാൻ നൽകുകയാണ്. യാക്കോബിൻ്റെ ജീവിതത്തിൽ നിന്നും ആകുന്നു കഴിഞ്ഞ ചില ക്ലാസ്സുകളിൽ നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. സ്വന്തം പരിശ്രമത്താൽ എന്ന് പറഞ്ഞാൽ സ്വന്തം ചിന്തകളും വികാരങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളും അനുസരിച്ച് ജീവിതത്തെ നിയന്ത്രിക്കുവാൻ പരിശ്രമിച്ച് പരാജയപ്പെട്ട യാക്കോബ് ജീവിതത്തിൽ സന്തോഷത്തിൻ്റെയും വിജയത്തിൻ്റെയും അനേകം അവസരങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ മൊത്തത്തിൽ ഒരു പരാജയമായിരുന്നു അവൻ. സാഹചര്യങ്ങൾ പലപ്പോഴും അവന് അനുകൂലം അല്ലായിരുന്നു എന്നത് ഞാൻ വിസ്മരിക്കുന്നില്ല. എന്നാൽ ഈ ഓട്ടത്തിൻ്റെ എല്ലാം നടുവിൽ അവനിൽ ഒരു ദൈവവിശ്വാസമുണ്ടായിരുന്നു. ഒടുവിൽ അവൻ യോസഫിൻ്റെ വലിയ നന്മ അനുഭവിക്കുന്നതാണ് നാം കാണുന്നത്. ഇന്നത്തെ ജീവസന്ദേശത്തിൽ നമ്മുടെ പഠനം അതത്രേ. ജീവസന്ദേശത്തിലേക്ക് സ്വാഗതം. ഉൽപ്പത്തി പുസ്തകം 47 അധ്യായമാണല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചത്. ഇന്ന് 48 അധ്യായം നാം പഠിക്കുവാൻ പോകുകയാണ്. ആത്മീയമായി വളരണമെന്ന ചിന്ത ഇല്ലാഞ്ഞിട്ടല്ല, മറിച്ച് ആഗ്രഹിക്കുന്ന വിധത്തിൽ വളരുവാൻ സാധിക്കുന്നില്ല എന്നതാണ് അനേകരുടെയും പ്രശ്നം. ഇതിനെന്താണൊരു പോംവഴി? സ്വന്തം സാമർഥ്യത്തിൽ ഊന്നിയുള്ള പോക്ക് ഗുണത്തെക്കാളേറെ ദോഷം മാത്രമേ ചെയ്യൂ. ഈ വലിയ സത്യം പഠിക്കുവാൻ പലരും വളരെയേറെ സമയം കളയുന്നു എന്നതാണ് പരമാർത്ഥം. യാക്കോബിന്റെ ജീവിതം തന്നെ പരിശോധിക്കൂ. ആദ്യം തന്നെ ദൈവം അവന് പ്രത്യക്ഷനായതാണ്. ഭക്തിയുള്ള മാതാപിതാക്കളാൽ വളർത്തപ്പെട്ട യാക്കോബ് ദൈവം തനിക്ക് പ്രത്യക്ഷപ്പെട്ടു വാഗ്ദത്തം നൽകിയതിനു ശേഷവും സ്വന്തം ജഡത്തിൽ ആശ്രയിച്ച്, അതായത് സ്വന്തം ബുദ്ധിയിലും യുക്തിയിലും വികാരത്തിലും ഇഷ്ടാനിഷ്ടങ്ങളിലുമൊക്കെ ആശ്രയിച്ച് ജീവിക്കുകയാണ്. സ്വന്തം സാമർഥ്യം കൊണ്ട് ഭൗതികമായി ഉയരുവാൻ അവൻ ശ്രമിച്ചു. എന്നാൽ ഒടുവിൽ ഗത്യന്തരമില്ലാതെ വന്നപ്പോൾ തൻ്റെ അമ്മായപ്പൻ്റെ ഭവനത്തിൽ നിന്നും ഓടിപ്പോരുന്നു. അങ്ങനെ പരാജയത്തിൻ്റെ ഒരു നീണ്ട പട്ടിക തന്നെ യാക്കോബിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാവുന്നതാണ്. ഒടുവിൽ യോസഫും നഷ്ടപ്പെട്ട് ആകെ തകർന്നവനായിരിക്കുമ്പോഴാണ് യോസഫ് മിസ്രൈമിലെ ഭരണാധികാരിയായിരിക്കുന്നു എന്ന് കേട്ടത്. അങ്ങനെ യാക്കോബ് മിസ്രൈമിൽ യോസഫിന്റെ അടുത്തെത്തുന്നു. മിസ്രൈമിൽ വളരെ വ്യത്യസ്തനായ ഒരു യാക്കോബിനെ അത്രേ നാം കാണുന്നത്. വിശ്വാസവീരനായ യാക്കോബ്, ദൈവമനുഷ്യനായ യാക്കോബ്. തന്റെ ഓരോ ഇടപാടുകളിലും യാക്കോബിന്റെ വിശ്വാസം വ്യക്തമാണ്. അവൻ ഫറവോന്റെ മുൻപിൽ നിൽക്കുന്നതും തന്റെ ശവസംസ്കാരത്തെക്കുറിച്ച് പറയുന്നതുമെല്ലാം വിശ്വാസത്തിന്റെ വ്യക്തമായ പ്രസ്താവനകളാണ്. അതേ സുഹൃത്തെ, ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഉൽപ്പത്തി പുസ്തകം 48 അധ്യായത്തിൽ നാം കാണുന്നത് യാക്കോബിന്റെ ഒടുവിലത്തെ രോഗവും അവൻ യോസഫിന്റെ 2 മക്കളെ അനുഗ്രഹിക്കുന്നതുമാണ്. എബ്രായ ലേഖനം 11 അധ്യായം 21 നാം വായിക്കുന്നത്, വിശ്വാസത്താൽ യാക്കോബ് മരണകാലത്തിങ്കൽ യോസഫിന്റെ മക്കളെ ഇരുവരെയും അനുഗ്രഹിക്കുകയും തന്റെ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് നമസ്കരിക്കുകയും ചെയ്തു എന്നത്രേ. യാക്കോബിന്റെ ആത്മീയ വളർച്ചയുടെ കൂടുതൽ തെളിവുകൾ നമുക്ക് കാട്ടിത്തരുന്ന അധ്യായമാണ് 48 അധ്യായം. അവന്റെ ആദ്യകാല സ്വഭാവത്തിൽ നിന്നും അവൻ വളരെ ദൂരം എത്തിയിരിക്കുകയാണ്. അന്നൊക്കെ എന്തെല്ലാം വേലകളാണ് കയ്യിലിരുന്നത്. യാക്കോബിന്റെ ആയുസിന്റെ ഈ അവസാന ഭാഗത്ത് നാം കാണുന്ന വിശേഷ ഗുണങ്ങൾ അവന്റെ ആദ്യകാലങ്ങളിൽ ഇല്ലാതെ പോയത് നിർഭാഗ്യകരമായി പോയി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതായത് ആത്മീയ ജീവിതം ഒരു വളർച്ചയും പുരോഗമനവുമാകുന്നു. വളർന്നുകൊണ്ടേ ഇരിക്കുന്ന അവസ്ഥ. ഇത് ഒരു നിമിഷം കൊണ്ട് സംഭവിക്കുന്ന വിപ്ലവാത്മകമായ ഒരനുഭവമല്ല. എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ താങ്കളുടെ അനുഭവങ്ങളെ മാനിച്ചുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. ആത്മീയ ജീവിതത്തെ തിരുവചനപ്രകാരം ആത്മാവിന്റെ നടപ്പായിട്ടാണ് വിവരിച്ചിരിക്കുന്നത്. ദിനം തോറുമുള്ളൊരു നടത്തം.
സുഹൃത്തെ, ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ കഴിഞ്ഞ ഞായറാഴ്ചത്തേതിനേക്കാൾ ഇന്ന് ഏതെല്ലാം രംഗങ്ങളിൽ വളർന്നിട്ടുണ്ട്, പുരോഗമിച്ചിട്ടുണ്ട്? ശരിയായ മാറ്റങ്ങൾ എവിടൊക്കെ ഉണ്ടായിട്ടുണ്ട്? തെറ്റെന്ന് മനസ്സിലാക്കിയ എത്ര കാര്യങ്ങൾ ഉപേക്ഷിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്? ദൈവവചന ധ്യാനത്തിൽ വളർന്നിട്ടുണ്ടോ? പ്രാർത്ഥനയിൽ വളർന്നിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ എളിമ കൂടിയോ കുറഞ്ഞോ? അതോ അങ്ങനെ തന്നെ ഇരിക്കുന്നുവോ? ദിനംപ്രതി ആത്മാവിൽ നടക്കുക. യാക്കോബ് ഒരു യുവാവായിരുന്നപ്പോൾ അവനിൽ ആ പഴയ സ്വഭാവം വളരെ ഉണ്ടായിരുന്നു. അവനൊരു വൃദ്ധനാകുന്നത് വരെ ആ പുതിയ സ്വഭാവം തിരിച്ചറിയുവാൻ കഴിഞ്ഞിരുന്നില്ല. അനേകരും പ്രായമായി മരിക്കാറൊക്കെ ആകുമ്പോഴാണ് ജീവിതം വാസ്തവത്തിൽ ആസ്വദിക്കാൻ തുടങ്ങും. ഒരിക്കൽ പ്രസംഗിക്കുവാൻ ചെന്ന ഒരു സ്ഥലത്ത് ഒരു ഭാര്യയും അവരുടെ ഭർത്താവും കൂടി എന്നെ കാണുവാൻ വന്നു. അവരുടെ കാര്യം അന്വേഷിച്ചപ്പോൾ വളരെ നല്ല താല്പര്യമുള്ള വ്യക്തികളാകുന്നു ആ പ്രിയപ്പെട്ടവരെന്ന് എനിക്ക് മനസ്സിലായി. അവർ പറയുന്നത് ദൈവം അവരെക്കുറിച്ച് ആഗ്രഹിക്കുന്നതെല്ലാം അവർക്ക് പ്രാപിക്കണം എന്നത്രേ. നല്ല ആഗ്രഹം. പക്ഷേ ഞാൻ മനസ്സിലാക്കിയ വേറൊരു വസ്തുത എന്തെന്നാൽ, അവിടെ ഏതൊരു പ്രസംഗകൻ വന്നാലും ഈ പ്രിയപ്പെട്ടവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ചെല്ലുമെന്നത്രേ. അവർ ചിന്തിച്ചത് തങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്ഫോടാത്മകമായ അനുഭവമുണ്ടാകുമെന്നും അത് ഒരൊറ്റ നിമിഷം കൊണ്ട് അവരെ പൂർണ്ണ വളർച്ചയെത്തിയ ദൈവമക്കളാക്കി തീർക്കും എന്നുമത്രേ. ഇന്ന് ഇപ്രകാരത്തിൽ ചിന്തിക്കുന്ന അനേകരും നമുക്ക് ചുറ്റുമുണ്ട്. അവർ അങ്ങനെയുള്ള അനുഭവത്തിനു വേണ്ടി കാത്തിരുന്ന് നിരാശപ്പെടും. തിരുവചനം പറയുന്നത്, നാം കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും വളരുവിൻ എന്നത്രേ. നാം യാക്കോബിൽ നിന്നും പഠിക്കുന്ന ഒരു വസ്തുത എന്തെന്നാൽ, ആത്മാവിന്റെ ഫലം നമ്മിൽ വളരുവാൻ നാം കാത്തിരിക്കണം എന്നത്. എന്നാൽ വളരുവാൻ നമ്മിലുള്ള സാധ്യതയ്ക്കായിട്ടും അതിനനുവദിക്കുന്ന ദൈവക്ഷമയ്ക്കായിട്ടും ഞാൻ ദൈവത്തിന് നന്ദി കരേറ്റുകയാണ്. വളർച്ചയ്ക്ക് വേണ്ടി നാം നിർബന്ധപൂർവം പ്രവർത്തിക്കുമ്പോൾ ദൈവം അതിൽ നമ്മെ സഹായിക്കുന്നതിനാലും അവനെ സ്തുതിക്കാം. ദൈവം വളരെ ക്ഷമയോടെ യാക്കോബിനോട് ഇടപെട്ടു. അവൻ ക്ഷമയോടെ കൈതാങ്ങി നടത്തുന്നത് നാം കാണുന്നു. അതെ, അവൻ ക്ഷമയോടെ നിങ്ങളോടും എന്നോടും ഇടപെടുകയാണ് സുഹൃത്തെ. 48 അധ്യായത്തിലേക്ക് പ്രവേശിച്ച് ചില വാക്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. 1 വാക്യം, അനന്തരം യോസഫിന് നിന്റെ അപ്പൻ ദീനമായി കിടക്കുന്നു എന്ന് വർത്തമാനം വന്നു. ഉടനെ അവൻ മനശ്ശെ, എഫ്രൈം എന്ന 2 പുത്രന്മാരെയും കൂട്ടിക്കൊണ്ടു ചെന്നു. നിന്റെ മകൻ യോസഫ് ഇതാ വരുന്നു എന്ന് യാക്കോബിനെ അറിയിച്ചു. അപ്പോൾ ഇസ്രായേൽ തന്നെത്താൻ ഉറപ്പിച്ച് കട്ടിലിന്മേൽ ഇരുന്നു. 3 വാക്യത്തിൽ നാം വായിക്കുന്നത്, യാക്കോബ് യോസഫിനോട് പറഞ്ഞത്, സർവശക്തിയുള്ള ദൈവം കനാൻ ദേശത്തിലെ ലൂസിൽ വെച്ച് എനിക്ക് പ്രത്യക്ഷനായി എന്നെ അനുഗ്രഹിച്ചു. ഈ പ്രായം ചെന്ന മനുഷ്യന്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആവേശം നിങ്ങൾക്ക് ഊഹിക്കാമോ? ഇതാ തൻ്റെ ഇഷ്ടപുത്രൻ യോസഫ് അവൻ്റെ 2 പുത്രന്മാരുമായി വരുന്നു. താൻ യോസഫിനെ ഈ ആയുസിൽ കാണുമെന്ന് യാക്കോബ് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചതല്ല. കാരണം യോസഫ് കൊല്ലപ്പെട്ടു എന്നായിരുന്നു യാക്കോബ് ഉറച്ചു വിശ്വസിച്ചിരുന്നത്. പക്ഷേ മിസ്രൈമിലെ എത്ര ഉന്നതമായൊരു സ്ഥാനത്തിൽ യാക്കോബ് തൻ്റെ പ്രിയ യോസഫിനെ ഇപ്പോൾ കാണുന്നു. ദൈവം തൻ്റെ ജീവിതത്തിലെ കാര്യങ്ങൾ ക്രമീകരിച്ചത് യാക്കോബിന് ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട്. കഴിഞ്ഞ 17 വർഷങ്ങളായി യാക്കോബ് മിസ്രൈം ദേശത്തായിരുന്നു താമസിച്ചത്. പ്രായാധിക്യത്തിൽ എത്തിയ യാക്കോബ് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവൻ തൻ്റെ ശക്തി എല്ലാം കൂടി സംഭരിച്ച് തൻ്റെ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. പണ്ട് ലൂസിൽ വെച്ച് ദൈവം തനിക്ക് പ്രത്യക്ഷനായ ആ സമയത്തേക്ക് യാക്കോബിന്റെ ചിന്ത പോകുന്നത് ശ്രദ്ധിച്ചാലും. എന്നിട്ട് അവൻ യോസഫിനോട് പറയുകയാണ്, സർവശക്തിയുള്ള ദൈവം കനാൻ ദേശത്തിലെ ലൂസിൽ വെച്ച് എനിക്ക് പ്രത്യക്ഷനായി എന്നെ അനുഗ്രഹിച്ചു. യാക്കോബ് ഇപ്പോൾ വളരെയേറെ മുൻപോട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ നാം യാക്കോബിന്റെ വിശ്വാസം കാണുന്നു. അവനിപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുകയാണ്. അവൻ തന്നിൽ തന്നെ പുകഴുകയല്ല. ഒരു യുവാവായിരുന്ന സമയത്ത് അവൻ സൂത്രക്കാരനും താൻ ആഗ്രഹിച്ചതെല്ലാം എങ്ങനെയെങ്കിലും തട്ടിയെടുക്കുന്നവനുമായിരുന്നു. കുറഞ്ഞത് അവൻ അങ്ങനെ ചിന്തിച്ചിരുന്നു. അതെല്ലാം നേടിയെടുക്കുവാൻ ഏത് മാർഗവും അവൻ അവലംബിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അവൻ തൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം ബഥേലിൽ വെച്ച് അവന് പ്രത്യക്ഷനായ ആ അവസരം അവൻ ഓർക്കുന്നു. അതെ, അവൻ കനാൻ ദേശം വിടുമ്പോഴും കനാനിലേക്ക് തിരികെ വരുമ്പോഴും
അവൻ പറയുന്നു, ദൈവം എനിക്കിവിടെ പ്രത്യക്ഷനായി എന്നിട്ട് എന്നെ അനുഗ്രഹിച്ചു. ഇനിയും നാം യാക്കോബിന്റെ വിശ്വാസം കാണുവാൻ പോകുകയാണ്. 4-ാം വാക്യത്തിൽ, എന്നോട് ഞാൻ നിന്നെ സന്താനപുഷ്ടിയുള്ളവനാക്കി പെരുക്കി നിന്നെ ജനസമൂഹമാക്കുകയും നിന്റെ ശേഷം നിന്റെ സന്തതിക്ക് ഈ ദേശം ശാശ്വതാവകാശമായി കൊടുക്കുകയും ചെയ്യും എന്ന് അരുളി ചെയ്തു. പഴയ നിയമങ്ങളിലൂടെയും പുതിയ നിയമങ്ങളിലൂടെയും കടന്നു പോകുന്നതും ദൈവം യാക്കോബിന് നൽകിയതായി യാക്കോബ് സൂചിപ്പിക്കുന്നതുമായ ആ വാഗ്ദത്തങ്ങൾക്ക് നമ്മുടെ പ്രത്യേക ശ്രദ്ധയെ ഒന്ന് നൽകാം. പിതാക്കന്മാരുടെ ആ നിരയ്ക്ക് ദൈവം തൻ്റെ വാഗ്ദത്തം നൽകി. അതെ, അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും 3 പ്രത്യേക വിഷയങ്ങൾ അവർക്ക് കൊടുത്ത ഉടമ്പടിയിലുണ്ട്. 1 രാഷ്ട്രം, 2 ദേശം, 3 അനുഗ്രഹം. എന്നാൽ ഇവിടെ യാക്കോബിനെ പ്രധാനപ്പെട്ടതായിട്ടുള്ള 2 കാര്യങ്ങളുണ്ട്. 1, ഞാൻ നിന്നെ സന്താനപുഷ്ടിയുള്ളവനാക്കി പെരുക്കി നിന്നെ ജനസമൂഹമാക്കും. 2, നിന്റെ ശേഷം നിന്റെ സന്തതിക്ക് ഈ ദേശം ശാശ്വതാവകാശമാക്കി കൊടുക്കുകയും ചെയ്യും. ദൈവം ചെയ്ത ഉടമ്പടിയുടെ 3-ാമത്തെ ഭാഗം നിങ്ങൾക്കും എനിക്കുമാണ് പ്രധാനപ്പെട്ടത്. നിന്നിൽ ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. നിങ്ങളും ഞാനും ദൈവത്തിന്റെ തിരുവചനമാകുന്ന ബൈബിളുമായി ഇപ്പോൾ ഇരിക്കുന്നതിന്റെ കാരണം ആയിരക്കണക്കിന് വർഷം മുൻപ് ദൈവം വാഗ്ദത്തം ചെയ്ത ഉടമ്പടിയുടെ 2/3 ഭാഗം അവൻ നിവർത്തിച്ചതിനാലാണ്. 1/3 ഭാഗം ഇതുവരെ നിവർത്തിയായിട്ടില്ല. ഇസ്രായേൽ ദേശം ഇന്നും യഹൂദന്മാർക്ക് ലഭിച്ചിട്ടില്ല. തീർച്ചയായും അവർക്ക് അതിൻ്റെ ഒരു ഭാഗമുണ്ട്. പക്ഷേ അതെല്ലാം വിവാദത്തിലാണല്ലോ. ദൈവകരങ്ങളിൽ നിന്നും അവർക്ക് ദേശം ലഭിക്കുമ്പോൾ അവർ അതിൽ സമാധാനത്തോടെ വസിക്കും. ഓരോ മനുഷ്യനും തൻ്റെ സ്വന്തം മുന്തിരിവള്ളിയുടെ കീഴിലും അത്തിവൃക്ഷത്തിന്റെ കീഴിലും ആയിരിക്കും. അവർ സ്വത്തുക്കൾ സ്വന്തമാക്കും. നികുതി കൊടുക്കേണ്ടി വരികയുമില്ല. ഇത് കേട്ടിട്ട് സഹസ്രാബ്ദ വാഴ്ച പോലെ തോന്നുന്നോ? അതെ, അത് അങ്ങനെ തന്നെ ആയിരിക്കും. 48-ാം അധ്യായത്തിന്റെ 5ഉം 6ഉം വാക്യങ്ങൾ ഇനി നോക്കിക്കാട്ടെ. മിസ്രൈമിൽ നിന്റെ അടുക്കൽ ഞാൻ വരും മുമ്പേ നിനക്ക് മിസ്രൈം ദേശത്ത് വെച്ച് ജനിച്ച 2 പുത്രന്മാരായ മനശ്ശെയും എഫ്രൈമും എനിക്കുള്ളവരായിരിക്കട്ടെ. റൂബേനും ശിമയോനും എന്ന പോലെ അവർ എനിക്കുള്ളവരായിരിക്കട്ടെ. ഇവരുടെ ശേഷം നിനക്ക് ജനിക്കുന്ന സന്തതിയോ നിനക്കുള്ളവരായിരിക്കട്ടെ. അവർ തങ്ങളുടെ അവകാശത്തിൽ തങ്ങളുടെ സഹോദരന്മാരുടെ പേരിൻ പ്രകാരം വിളിക്കപ്പെടട്ടെ. ഈ 2 കൊച്ചുമക്കൾ, യോസഫിന്റെ 2 പുത്രന്മാർ, ഓരോരുത്തരും ഇസ്രായേലിലെ 2 ഗോത്രങ്ങളാണ്. ഇപ്പോൾ ചിലർ കണക്ക് കൂട്ടുവാൻ തുടങ്ങിയെന്ന് എനിക്കറിയാം. അപ്പോൾ 13 ഗോത്രങ്ങളുണ്ടോ? യാക്കോബിന്റെ 12 പുത്രന്മാർ, പിന്നെ യോസഫിന്റെ 2 പുത്രന്മാർ, അങ്ങനെ 14. എന്നാൽ യോസഫിന്റെ പേരിൽ ഗോത്രമൊന്നും ഇല്ല എന്ന് നമുക്കറിയാം. അങ്ങനെ വരുമ്പോൾ 13 ഗോത്രങ്ങളല്ലേ കാണേണ്ടത്? കണക്ക് കൂട്ടിയതിൽ തെറ്റൊന്നുമില്ല. എന്നാലും ബൈബിൾ 12 ഗോത്രങ്ങളെ ഉള്ളൂ എന്നാണ് കണക്കാക്കുന്നത്. അതിന്റെ കാരണം ലേവിയുടെ ഗോത്രത്തെ മറ്റുള്ള ഗോത്രങ്ങളുടെ കൂട്ടത്തിൽ എണ്ണിയിട്ടില്ല. അവർ മഹാപുരോഹിത ഗോത്രമായതിനാൽ അവർക്ക് ദേശം അവകാശമായി നൽകിയിട്ടില്ല. പിന്നെയോ മറ്റുള്ള ഗോത്രങ്ങളുടെ ഇടയിൽ പുരോഹിതന്മാരായി ചിതറപ്പെട്ടിരിക്കുകയായിരുന്നു അവർ. അതുകൊണ്ട് തന്നെ അവരെ ഒരു ഗോത്രമായി എണ്ണിയിട്ടില്ല. അതൊരു തെറ്റായ കണക്കുകൂട്ടലായി നിങ്ങൾ ഒരുപക്ഷെ ചിന്തിച്ചേക്കാം. എന്നാൽ ഞാനല്ല അങ്ങനെ കണക്ക് കൂട്ടിയത്, പിന്നെയോ ദൈവത്തിന്റെ വചനമാകുന്നു. അത് അങ്ങനെ ആയിരിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ആ വിധത്തിൽ ദൈവം അതുണ്ടാക്കി. എഫ്രൈമിനും മനശ്ശെയ്ക്കും 17 വയസ്സിൽ കൂടുതലുണ്ട് ഇത് പറയുമ്പോൾ. കാരണം യാക്കോബ് മിസ്രൈമിൽ വരുന്നതിനു മുൻപ് ജനിച്ചവരാണല്ലോ അവർ 2 പേരും. അവർ ഓരോരുത്തരും ഓരോ ഗോത്രമായി. ഇനിയും യാക്കോബിന്റെ ചിന്ത തന്റെ പ്രിയപ്പെട്ട റാഹേലിലേക്ക് പോകുന്നത് 7-ാം വാക്യത്തിൽ നാം കാണുന്നു. ഞാൻ പദ്ദനിൽ നിന്ന് വരുമ്പോൾ കനാൻ ദേശത്തെ എഫ്രാത്തിൽ എത്തുവാൻ അല്പം ദൂരം മാത്രമുള്ളപ്പോൾ വഴിയിൽ വെച്ച് റാഹേൽ മരിച്ചു. ഞാൻ അവളെ അവിടെ ബേത്ലഹേം എന്ന എഫ്രാത്തിനുള്ള വഴിയരികെ അടക്കം ചെയ്തു. തന്റെ മരണക്കിടക്കയിൽ പോലും യാക്കോബ് റാഹേലിനെ ഓർക്കുന്നു. അവളെ സംസ്കരിച്ച സ്ഥലം അവന്റെ ചിന്താമണ്ഡലത്തിൽ കടന്നു വരുന്നു. അവന്റെ ഹൃദയം തകർത്ത സംഭവമായിരുന്നു അവളുടെ മരണം. 8ഉം 9ഉം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നത്, ഇസ്രായേൽ യോസഫിന്റെ പുത്രന്മാരെ കണ്ടപ്പോൾ ഇവർ ആരെന്ന് ചോദിച്ചു. ദൈവം ഇവിടെ എനിക്ക് തന്നിട്ടുള്ള പുത്രന്മാർ എന്ന് യോസഫ് അപ്പനോട് പറഞ്ഞു. അവരെ എന്റെ അടുക്കൽ കൊണ്ടുവരിക, ഞാൻ അവരെ അനുഗ്രഹിക്കും എന്ന് അവൻ പറഞ്ഞു. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? അതായത് ഇസഹാക്കിനും യാക്കോബിനും പ്രായമായപ്പോൾ കാഴ്ചയ്ക്ക് പ്രയാസമുണ്ടായിരുന്നു. യാക്കോബ് യോസഫിന്റെ 2 പുത്രന്മാരെ തിരിച്ചറിയാതിരിക്കുന്നതാണ് നാം ഇവിടെ കാണുന്നത്.
13-ാം വാക്യത്തിൽ, പിന്നെ യോസഫ് എഫ്രൈമിനെ വലം കൈ കൊണ്ട് പിടിച്ച് ഇസ്രായേലിന്റെ ഇടം കൈക്ക് നേരെയും മനശ്ശയെ ഇടം കൈ കൊണ്ട് പിടിച്ച് ഇസ്രായേലിന്റെ വലം കൈക്ക് നേരെയും ഇങ്ങനെ രണ്ടുപേരെയും അവന്റെ അടുക്കൽ കൊണ്ടുചെന്നു. അവരുടെ അപ്പൂപ്പൻ അവരെ അനുഗ്രഹിക്കുന്നതിനായിട്ടാണ് ഈ കുട്ടികളെ യോസഫ് യാക്കോബിന്റെ അടുക്കൽ കൊണ്ടുവരുന്നത്. ഇസ്രായേലിന്റെ മുൻപിൽ അവന്റെ വലതുകൈയുടെ നേരെ നിൽക്കുന്നവൻ മുൻഗണന ഉള്ളവൻ ആയിരിക്കും. 14-ാം വാക്യത്തിൽ നാം കാണുന്നത്, ഇസ്രായേൽ വലങ്കൈ നീട്ടി ഇളയവനായ എഫ്രൈമിന്റെ തലയിലും ഇടംകൈ മൂത്തവനായ മനശ്ശയുടെ തലയിലുമായി അങ്ങനെ തന്റെ കൈകളെ പിണച്ചുവെച്ചു. മനശ്ശയേക്കാൾ ശ്രേഷ്ഠനായി തീരുവാൻ പോകുന്നത് എഫ്രൈം ആകുന്നു. സംഖ്യാപുസ്തകത്തിൽ വരുമ്പോൾ ഒരു കാര്യം കാണുവാൻ പോകുന്നത് എന്തെന്നാൽ, മരുഭൂമിയിൽ എഫ്രൈമിന്റെ കൊടിക്കീഴിലാണ് മനശ്ശെ അണിനിരക്കുന്നത്. യോശുവ എഫ്രൈം ഗോത്രത്തിൽ നിന്നും ഉള്ളവനാണ്. ആ ഗോത്രത്തിൽ നിന്നും ശ്രേഷ്ഠരായ അനേകം പേർ വന്നിട്ടുമുണ്ട്. മുൻഗണനയുള്ള ഒരു ഗോത്രമായി എഫ്രൈം തീർന്നിരിക്കുകയാണ്, ഇളയവൻ എഫ്രൈം. ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ കാണുന്നുണ്ടോ? യാക്കോബിന് കാഴ്ച വളരെ കുറവായിരുന്നെങ്കിൽ തന്നെ യോസഫ് ചെയ്യുന്നത് എന്താണെന്ന് യാക്കോബിന് അറിയാമായിരുന്നു. യോസഫ് തന്റെ മൂത്ത പുത്രനെ യാക്കോബിന്റെ വലതുകൈയുടെ വശത്തേക്കും ഇളയ പുത്രനെ ഇടതുകൈയുടെ വശത്തേക്കും നീക്കി നിർത്തുകയായിരുന്നു. അതുകൊണ്ട് വൃദ്ധനായ യാക്കോബ് എന്താണ് ചെയ്തത്? അവൻ കൈകളെ പിണച്ചുവെച്ചു. വലതുകൈ ഇളയവന്റെ തലയിൽ വരത്തക്കവണ്ണം കരങ്ങളെ പിണച്ചുവെച്ചു. യാക്കോബ് എന്തിനാണ് അപ്രകാരം ചെയ്തത്? അവന് 2 കുട്ടികളോടും വളരെയേറെ സ്നേഹമുണ്ടായിരുന്നു എന്നതിൽ സംശയമില്ലായിരുന്നു. തന്റെ ഇഷ്ടപുത്രൻ യോസഫിന്റെ പുത്രന്മാരാണ് അവർ ഇരുവരും. അവൻ അറിഞ്ഞുകൊണ്ട് തന്നെ ഇളയവന് അനുഗ്രഹം നൽകുന്നു. അതിന് കാരണം ഞാൻ ചിന്തിക്കുന്ന, 1, ദൈവം അതാണ് ആഗ്രഹിച്ചത്. 2, അവന്റെ ഭവനത്തിലെ ഇളയവൻ യാക്കോബായിരുന്നല്ലോ. അനുഗ്രഹം ലഭിച്ചതും അവനായിരുന്നല്ലോ. അല്ലെങ്കിൽ പിടിച്ചു വാങ്ങിയതെന്ന് നിങ്ങൾ ഒരുപക്ഷെ പറഞ്ഞേക്കാം, അതും അവനായിരുന്നല്ലോ. അതുകൊണ്ട് അവൻ അനുഗ്രഹിക്കുവാൻ വലതുകരം ഇളയവന്റെ തലയിൽ തന്നെ വെക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ ഇത് 5-ാമത്തെ സംഭവമാണ് ജനനക്രമത്തെ ദുർബലപ്പെടുത്തുന്ന ചിത്രം. പൊതുവെ ധരിച്ചു വച്ചിരിക്കുന്നത് ഒരു കുടുംബത്തിലെ ആദ്യജാതനാകുന്നു അപ്പന്റെ അടുത്ത അവകാശി, അപ്പന്റെ പദവിയൊക്കെ ലഭിക്കുന്നത് എന്നത്രേ. അവനാണ് അപ്പന് ലഭിച്ചിട്ടുള്ള പദവികൾക്ക് മുൻഗണന എന്നുള്ള ധാരണ. എന്നാൽ ദൈവം ഇളയവൻ ഹാബേലിനെ അംഗീകരിച്ചു, കായിനെ അംഗീകരിച്ചില്ല. ദൈവം ഇസ്മായേലിനേക്കാൾ ഇളയവൻ ഇസഹാക്കിനെ അംഗീകരിച്ചു. ദൈവം ജ്യേഷ്ഠൻ ഏശാവിനെയല്ല, അനുജൻ യാക്കോബിനെയാണ് തെരഞ്ഞെടുത്തത്. പിന്നീട് ദൈവം രൂബേനെയല്ല, യോസഫിനെയാണ് തെരഞ്ഞെടുത്തത്. ഇപ്പോൾ ഇതാ മനശ്ശെ അല്ല, യോസഫിന്റെ ഇളയ മകൻ എഫ്രൈമിനെയാണ് യാക്കോബ് അനുഗ്രഹിക്കുന്നത്. ബൈബിളിൽ ഉടനീളം കാണുന്ന രസകരമായ ഒരു പ്രമാണമാകുന്നു ഈ പറഞ്ഞത്. ദാവീദിനെ തെരഞ്ഞെടുത്തത് തന്നെ ശ്രദ്ധിച്ചാലും ഇശായിയുടെ മക്കളിൽ ഏറ്റവും ഇളയവനായിരുന്നല്ലോ ദാവീദ്. എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ തെരഞ്ഞെടുപ്പുകൾ നടത്തിയത്? നിങ്ങൾക്കും എനിക്കും വേണ്ടി ദൈവം ഒരു വലിയ സത്യം വെളിപ്പെടുത്തുകയായിരുന്നു. പരമ്പരാഗതമായി ധരിച്ചു വച്ചിരിക്കുന്നതും ആചരിച്ചു പോരുന്നതും എപ്പോഴും ദൈവം അംഗീകരിക്കണമെന്നില്ല. സ്വാഭാവിക ജനനത്താൽ ലഭിക്കുന്ന പദവികളും യോഗ്യതകളും ദൈവസന്നിധിയിൽ വിലപ്പോവില്ല. അത് അവൻ അംഗീകരിക്കുന്നില്ല. ദൈവത്തിന് ഉന്നത കുലജാതനെന്നോ താഴ്ന്ന കുലജാതനെന്നോ വ്യത്യാസമില്ല. ഏത് ജാതിയിൽ പിറന്നവൻ എന്ന് ദൈവത്തിന് വ്യത്യാസമില്ല. മതവും ജാതിയും ഭാഷയും വർഗവും സഭയും ഒന്നും ദൈവത്തിന് ഒരു വിഷയമല്ല. പൗരാണിക കുടുംബത്തിലോ സഭയിലോ അംഗമായതിനാൽ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രത്യേക പരിഗണന കിട്ടുമെന്ന് ചിന്തിച്ചു വെറുതെ വിഡ്ഢിയാകരുത് സുഹൃത്തെ. എവിടെ ജനിച്ചെന്നാലും ദൈവം തെരഞ്ഞെടുക്കുവാൻ ദൈവത്തിന്റെ പ്രമാണമുണ്ട്. അത് ഒരു പുതുജനനത്തിൽ മാത്രമാണ്. അതുകൊണ്ട് മനുഷ്യനിർമ്മിതമായ സമ്പ്രദായങ്ങൾക്ക് ദൈവം പ്രാധാന്യം നൽകുന്നില്ല. ആദ്യം ജനിച്ചതുകൊണ്ടോ പ്രത്യേക വർഗത്തിൽ ജനിച്ചതുകൊണ്ടോ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടോ പ്രത്യേക മതത്തിലോ സഭയിലോ ജനിച്ചതുകൊണ്ടോ ദൈവത്തിന്റെ മുമ്പാകെ യാതൊരു മുൻഗണനയും ലഭിക്കുമെന്ന് തെറ്റിദ്ധരിക്കരുത്. മനുഷ്യൻ ചിന്തിക്കുന്നത് ഒരു കുടുംബത്തിലെ മൂത്ത ആൺകുട്ടിക്കാണ് പ്രത്യേക പദവിയും ഉത്തരവാദിത്വവും എന്നത്രേ. എന്നാൽ ദൈവം എപ്പോഴും തിരഞ്ഞെടുക്കുന്നത് ആദ്യജാതനെ ആകണമെന്നില്ല. എന്ന് പറഞ്ഞാൽ ദൈവം സ്വാഭാവിക മനുഷ്യനെ തെരഞ്ഞെടുക്കുന്നില്ല. ഒരുവന്റെ സ്വാഭാവിക കഴിവുകൾ കാരണം ദൈവം ആരെയും തെരഞ്ഞെടുക്കുന്നില്ല. നാം ജീവിക്കുന്ന ഈ കാലങ്ങളിൽ
ഈ സത്യം നാം എത്രമാത്രം അറിഞ്ഞിരിക്കണം എന്നറിയാമോ? മനുഷ്യരുടെ കഴിവുകളെ, താലന്തുകളെ ദൈവത്തിന് ഉപയോഗിക്കാം, തീർച്ചയായിട്ടും ഉപയോഗിക്കാം. എന്നാൽ അത് ദൈവനാമത്തിനു വേണ്ടി സമർപ്പിക്കപ്പെട്ടതായിരിക്കണം. ദൈവത്തിനു വേണ്ടി സമർപ്പിക്കപ്പെടാത്തതൊന്നും ദൈവത്തിന് ഉപയോഗിക്കാൻ സാധിക്കില്ല. ദൈവനാമ മഹത്വത്തിനായി പൂർണ്ണമായും സമർപ്പിക്കപ്പെട്ട താലന്തുകളെ മാത്രമേ ദൈവത്തിന് ഉപയോഗിക്കുവാൻ കഴിയൂ. ഒരു ഉണർവുണ്ടാകണം എന്ന് എല്ലാവരും ചിന്തിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഉണർവുണ്ടാക്കുവാൻ താലന്തുകൾ മാത്രം മതിയായിരുന്നു എങ്കിൽ നമ്മുടെ കേരളത്തിൽ നാളുകൾക്ക് മുൻപ് തന്നെ വലിയ ഉണർവുണ്ടായേനെ. എത്രമാത്രം അനുഗ്രഹീത താലന്തുകൾ ഉള്ളവരാണ് നമ്മുടെയൊക്കെ സഭകളിൽ ഉള്ളതെന്നറിയാമോ? ഭയങ്കര പ്രസംഗം, ഭയങ്കര പാട്ട്, ഭയങ്കര പ്രാർത്ഥന. എന്നാൽ ഉണർവില്ല. എന്തുകൊണ്ടാണില്ലാത്തത്? കാരണം ഈ പറഞ്ഞ താലന്തുകൾ ദൈവത്തിനു വേണ്ടി സമർപ്പിക്കപ്പെട്ടിട്ടില്ല. പ്രസംഗിക്കുവാനുള്ള കഴിവ്, പാടുവാനുള്ള കഴിവ്, സംഗീതോപകരണങ്ങൾ വായിക്കുവാനുള്ള കഴിവുകൾ, സംഘടിപ്പിക്കുവാനുള്ള കഴിവുകൾ, ഇതൊന്നും സമർപ്പിക്കപ്പെട്ടിട്ടില്ല ദൈവത്തിനു വേണ്ടി. ഈ താലന്തുകൾ ദൈവത്തിന് ഉപയോഗിക്കുവാൻ തക്കവണ്ണം അവന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കേണ്ടിയിരിക്കുന്നു സുഹൃത്തെ. അല്ലാതെ ഇതുകൊണ്ട് ദൈവം ഒന്നും ചെയ്യുന്നില്ല. ഇതാ വൃദ്ധനായ യാക്കോബ് തന്റെ കൈ പിണച്ച് യോസഫിന്റെ മക്കളുടെ തലയിൽ വെക്കുന്നു. അങ്ങനെ ഇളയവന് മുൻഗണന ലഭിക്കുന്നു. 15-ാം വാക്യം, പിന്നെ അവൻ യോസഫിനെ അനുഗ്രഹിച്ചു. എന്റെ പിതാക്കന്മാരായ അബ്രഹാമും ഇസഹാക്കും ഭജിച്ചു പോന്ന ദൈവം, ഞാൻ ജനിച്ച നാൾ മുതൽ ഇന്നുവരെയും എന്നെ പുലർത്തിയിരിക്കുന്ന ദൈവം, ഞാൻ ജനിച്ച നാൾ മുതൽ ഇന്നുവരെയും എന്നെ പുലർത്തിയിരിക്കുന്ന ദൈവമെന്ന്. ഇവിടെ ശ്രദ്ധിക്കൂ, അവൻ ആത്മീയ ഉയരങ്ങളിലെത്തിയിരിക്കുകയാണ്. അവൻ ദൈവകൃപ രുചിച്ചറിയുന്നു. പണ്ട് അതിനൊന്നും സമയമില്ലായിരുന്നു, ഓട്ടമല്ലായിരുന്നു, സമ്പാദിക്കാനുള്ള ഓട്ടം. 16-ാം വാക്യം, എന്നെ സകല ദോഷങ്ങളിൽ നിന്നും വിടുവിച്ച ദൂതൻ ഈ കുട്ടികളെ അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പേരും എന്റെ പിതാക്കന്മാരായ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും പേരും ഇവരിൽ നിലനിൽക്കുമാറാകട്ടെ. അവർ ഭൂമിയിൽ കൂട്ടമായി വർദ്ധിക്കട്ടെ എന്ന് പറഞ്ഞു. എന്നെ സകല ദോഷങ്ങളിൽ നിന്നും വിടുവിച്ച ദൂതൻ ഈ കുട്ടികളെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന്. ഒരു അനുഗ്രഹീത രക്ഷകനെ കുറിച്ചല്ലാതെ യാക്കോബിന് പുകഴുവാൻ ഒന്നുമില്ല. ഇതൊക്കെ കണ്ടു നിന്ന യോസഫ് ചിന്തിച്ചു, അപ്പന് ആകെ തെറ്റുപറ്റിയിരിക്കുകയാണെന്ന്. അതുകൊണ്ട് അവൻ അപ്പനെ തിരുത്തുവാൻ ശ്രമിക്കുന്നു. 17-18 വാക്യങ്ങളിൽ, അപ്പൻ വലങ്കൈ എഫ്രീമിന്റെ തലയിൽ വെച്ചു എന്ന് യോസഫ് കണ്ടപ്പോൾ അവന് അനിഷ്ടം തോന്നി. അപ്പന്റെ കൈ എഫ്രീമിന്റെ തലയിൽ നിന്ന് മനശ്ശെയുടെ തലയിൽ മാറ്റിവെപ്പാൻ പിടിച്ചു. യോസഫ് അപ്പനോട്, അങ്ങനെയല്ല എന്റെ അപ്പ, ഇവനല്ലോ ആദ്യജാതൻ, ഇവന്റെ തലയിൽ വലങ്കൈ വെക്കണം എന്ന് പറഞ്ഞു. യോസഫ് മുഷിഞ്ഞു, അല്ലെങ്കിൽ യോസഫിന് അനിഷ്ടം തോന്നി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു ഭാഗം ഇത് മാത്രമാണ്. അവന്റെ ജീവിതത്തിൽ മൊത്തം അവൻ എല്ലാം സഹിച്ചു മുൻപോട്ട് പോയതാണ്. ഇവിടെ അവൻ അനിഷ്ടം തോന്നി. അതിന് യാക്കോബിന്റെ പ്രതികരണം ശ്രദ്ധിക്കുക. 19-ാം വാക്യത്തിൽ, എന്നാൽ അവന്റെ അപ്പൻ സമ്മതിക്കാതെ, എനിക്കറിയാം മകനെ, എനിക്കറിയാം, ഇവനും ഒരു വലിയ ജനമായിത്തീരും, ഇവനും വർദ്ധിക്കും, എങ്കിലും അനുജൻ അവനേക്കാൾ അധികം വർദ്ധിക്കും, അവന്റെ സന്തതി ജനസമൂഹമായി തീരും എന്ന് പറഞ്ഞു. അവന്റെ സന്തതി ജനസമൂഹമായി തീരും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. യോസഫ് ഇത് അംഗീകരിക്കുകയാണ് നല്ലത്. കാരണം തന്റെ പിതാവിന്റെ മൂത്ത മകൻ അല്ലല്ലോ അവനും. അവൻ ഇളയവരിൽ ഒരുവനായിരുന്നിട്ടും അപ്പന്റെ അനുഗ്രഹം യോസഫിന്റെ മക്കൾക്കല്ല ലഭിച്ചത്. ദൈവത്തിലുള്ള യാക്കോബിന്റെ വിശ്വാസം ശ്രദ്ധിക്കുക, ദൈവത്തോട് ചേർന്നുള്ള അവന്റെ നടപ്പ് ശ്രദ്ധിക്കുക. 20 മുതലുള്ള വാക്യങ്ങൾ, അങ്ങനെ അവൻ അന്ന് അവരെ അനുഗ്രഹിച്ചു. ദൈവം നിന്നെ എഫ്രീമിനെയും മനശ്ശെയെയും പോലെ ആക്കുമാറാകട്ടെ എന്ന് ഇസ്രായേല്യർ നിന്റെ പേർ ചൊല്ലി അനുഗ്രഹിക്കും എന്ന് പറഞ്ഞ എഫ്രീമിനെ മനശ്ശെയ്ക്ക് മുമ്പാക്കി. യോസഫിനോട് ഇസ്രായേൽ പറഞ്ഞത്, ഇതാ ഞാൻ മരിക്കുന്നു, ദൈവം നിങ്ങളോടുകൂടെ ഇരുന്ന് നിങ്ങളെ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദേശത്തേക്ക് മടക്കിക്കൊണ്ടുപോകും. എന്റെ വാളും വില്ലും കൊണ്ട് ഞാൻ അമോര്യരുടെ കയ്യിൽ നിന്ന് പിടിച്ചടക്കിയ മലഞ്ചെരിവ് ഞാൻ നിന്റെ സഹോദരന്മാരുടെ ഓഹരിയിൽ കവിഞ്ഞതായി നിനക്ക് തന്നിരിക്കുന്നു. തന്റെ 2 പുത്രന്മാർക്ക് ലഭിക്കുന്നതിലൂടെ മറ്റേ സഹോദരന്മാർക്കുള്ളതിനേക്കാൾ വലിയൊരു ഓഹരി യോസഫിന് ലഭിക്കുന്നു. ഇത് തീർച്ചയായും യാക്കോബ് യോസഫിന് നൽകിയ വ്യക്തിപരമായ ഒരു സമ്മാനമാകും. ഇതത്രേ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്. സുഖാറിനടുത്തുള്ള ഒരു നിലത്തിലാണ് യോസഫിനെ അടക്കം ചെയ്തത്. യോസഫിൽ നിന്നും 2 ഗോത്രങ്ങൾ വന്നതിനാൽ അവർക്ക് കൂടുതൽ സ്ഥലം ആവശ്യമായിരുന്നല്ലോ. ഇങ്ങനെ ഇഷ്ടദാനം കൊടുത്തതിനാൽ ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. അമോര്യരോട് യാക്കോബ് ആദ്യം വാങ്ങിയ ഒരു തുണ്ട് സ്ഥലം അത്ര ഇത്. പിന്നീട് അവർ അത് ബലം പ്രയോഗിച്ച് കൈവശപ്പെടുത്തി.
അത് യാക്കോബ് പിന്നീട് പിടിച്ചെടുത്തു. ഈ കാലം വരെയും ഈ സ്ഥലം വിവാദ ഭൂമിയാണ്. ഇന്ന് ഇതേ ചൊല്ലി വളരെയേറെ അടി നടക്കുന്നുമുണ്ട്. യാക്കോബ് വിശ്വാസത്തിൽ എത്രമാത്രം വളർന്നെന്ന് നോക്കിക്കേ. ആത്മീയമായി വളരുന്നില്ല എന്ന് ചിന്തിച്ചാകെ തകർന്നിരിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത് ഒരു സുവാർത്തയാണ്. യാക്കോബിൻ്റെ ജീവിതം അതൊരു സുവാർത്തയാണ്. ഇന്നത്തെ ജീവസന്ദേശത്തിൽ നിങ്ങൾക്ക് അത് പ്രോത്സാഹനവും നൽകി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം യാക്കോബ് ഇപ്പോൾ യോസഫിനോടുകൂടെ മിസ്രൈമിലാണ്. ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കൂ സുഹൃത്തെ. പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് തരുന്നതായ അനുഗ്രഹങ്ങളെ അവിടുത്തെ കയ്യിൽ നിന്ന് ഞങ്ങൾ പ്രാപിക്കുമ്പോൾ നന്ദിയുള്ളവരായിരിക്കാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ഏതൊരു സാഹചര്യത്തെയും അനുഗ്രഹമാക്കി മാറ്റുവാൻ അവിടുന്ന് മതിയായ ദൈവമാണല്ലോ. ഞങ്ങളിൽ നിന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്ന അനുസരണവും സമർപ്പണവും മാത്രമാണല്ലോ കർത്താവെ പ്രധാനപ്പെട്ടതായിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ ഈ ദിവസങ്ങളിൽ കേട്ട വചനത്തിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിച്ച് അനുസരണയോടും സമർപ്പണത്തോടും കൂടെ മുൻപോട്ട് പോകുവാൻ എല്ലാവരെയും സഹായിക്കണമേ. ഇന്ന് ഞങ്ങൾ കേട്ട വചനം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി തന്നതോർത്തു സ്തോത്രം. പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കുന്നു. രോഗികളായി ഭാരം അനുഭവിക്കുന്നവർക്ക് വേണ്ടി, ബുദ്ധിമുട്ടുന്നവർക്ക് വേണ്ടി, ജീവിതത്തിൽ പ്രതീക്ഷയ്ക്ക് യാതൊരു വകയുമില്ല എന്ന് ചിന്തിച്ച് ബുദ്ധിമുട്ടുന്ന പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുന്നു. യാക്കോബിൻ്റെ ജീവിതത്തെ പോലെ കർത്താവെ, അവരുടെ ജീവിതം അനുഗ്രഹമാക്കി തീർക്കുവാൻ നീ മതിയായവനാകുന്നു എന്നുള്ള ഉറപ്പ് നിന്റെ കുഞ്ഞുങ്ങൾക്ക് നീ നൽകണമേ. അനുഗ്രഹിക്കപ്പെട്ടതായ സമയത്തെ തരുന്നതോർത്തു സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ പഠനത്തിൽ നിങ്ങൾ പങ്കുചേർന്നതിന് വളരെ നന്ദി. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ.